എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? വിനയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മോഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞിരുന്ന ആ പാവത്തിനെ ഞാനാ മരണത്തിന്റെ പടിവാതിലോളം എത്തിച്ചത്. ആ മരണം അവനെ നിസ്സാരമായി അങ്ങ് പിടിച്ചെടുത്തിരുന്നെങ്കിലോ? ആരാ ഉത്തരം പറയേണ്ടി വരിക? ഈ ലോകം മുഴുവൻ എന്നെ വെറുക്കമായിരുന്നില്ലേ? അമ്മ, സിന്ധു, എല്ലാവരും. ഇവിടെയോ എന്തൊക്കെയോ തെറ്റുപറ്റിയിരിക്കുന്നു. ആരാ ഒന്ന് പറഞ്ഞു തരിക? സിന്ധു ഇപ്പൊ എന്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. വിനയേട്ടന്റെ സിന്ധു എപ്പോഴും അരികിൽ തന്നെ ഉണ്ട്, എപ്പോഴും. ആ സിന്ധുവ പറയുന്നതെന്ന് കരുതിക്കോളൂ. വിനയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് സംഭവിച്ചത് ഒരച്ഛന്റെ സ്വാർത്ഥത കാരണമാണ്. സൂരജ് മരണത്തെ തോൽപ്പിച്ച് തിരിച്ചു വന്നത് വിനയേട്ടനെ ജയിപ്പിക്കാനാ. അത് വിനയേട്ടൻ തോൽക്കില്ല ഒരിക്കലും, എവിടെയും. ഞാനാ പറയണ. ശരിയാ, തോക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും തോക്കാൻ പാടില്ല. ഞാൻ വന്നു വിനയേട്ടാ, ഞാൻ വന്നു ബാലേ. ഗേറ്റ് തുറന്ന് അകത്ത് കയറി കാറ് സ്കൂട്ടർ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഒച്ചയിട്ട് പോയി വിനയേട്ടാന്ന്. എന്താന്ന് സ്കൂളിൽ പോഞ്ഞേ? എന്താ രണ്ടുപേരും ഇങ്ങനെ? എന്താ ബാലെ? എന്താ വിനയേട്ടാ? എന്താ വിനയേട്ടാ? എന്താ വിനയേട്ടാ ഇത്? വിട്. ബാല നിൽക്കുന്നു. എന്ത് പറ്റി വിനയേട്ടാ? വിട്ടിട്ട് കാര്യം പറ വിനയേട്ടാ. എന്തിനാ എന്നെ വിട്ടിട്ട് പോയെ? വേണമായിരുന്നു, സിന്ധുവിനെ എനിക്ക് വേണമായിരുന്നു. എന്താ ബാലെ, എന്തുണ്ടായി? വിനയേട്ടന്റെ ഒരു സ്റ്റുഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നെ പിന്നെ സാർ, സാറിന് സസ്പെൻഡ് ചെയ്തു. ഒരാഴ്ചത്തേക്കാ സസ്പെൻഷൻ. പ്രിൻസിപ്പൽ നേരിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനം പറയൂ. സാറിന് അവർ പറഞ്ഞുവിടുന്ന തോന്നുന്നത്. അങ്ങനൊന്നുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് വന്നേ. ഞാൻ പോയി കഴിഞ്ഞ് എന്തൊക്കെയാ ഉണ്ടായേ? ഒന്നും വിടാതെ പറയണ എന്നോട്. എന്താ പറയില്ലേ നീ? പറയാം. ആദ്യം താനിവിടെ ഇരി. പറ. ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ ഇത്തിരി നേരം? പറ ബാലേ. പറയാം, എല്ലാം പറയണം എനിക്ക്. പക്ഷേ താങ്ങാനുള്ള കരുത്തുണ്ടാവോ തനിക്ക്? സർ, വൈസ് പ്രിൻസിപ്പൽ ഞങ്ങളെ വിളിപ്പിച്ച് പറയായിരുന്നു. എവിടെയെങ്കിലും വെച്ച് സാർ മാഡത്തിനെ ഒന്ന് കാണണം. കാണാം. നിങ്ങൾ പോകും. സർ, സാർ ഫൈറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും സാർ ഫൈറ്റ് ചെയ്യണം. എല്ലാം നന്നായിട്ട് വരൂ. ഓക്കെ. സിന്ധു, എന്താ ചെയ്യണേ? ഞങ്ങൾ സംസാരിക്കുക. കഥ ഓർക്ക, ഞാനും അകത്ത് വരാം. വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.
സൂരജ് കിഷോറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ചെറിയ ഒരു അപകടം മാത്രമാണ്. അതിൽ നിന്നും ശാരീരികമായും മാനസികമായും അയാൾ മോചനം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സ്കൂൾ അങ്കണത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ സ്കൂളിന്റെ പാരമ്പര്യം അനുശാസിക്കുന്നത് കൊണ്ട് നടന്നതൊക്കെയും നിങ്ങൾ ഓരോരുത്തരുടെയും രക്ഷിതാക്കളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും വിശദമായ ഒരു അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. എന്താ സിന്ധു ഇത്? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞ ബാല കുറച്ചു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അതുവരെ എനിക്ക് അവളുടെ കൂടെ ഉണ്ടാവണം എപ്പോഴും. എന്തിനാ അങ്ങനെ? ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒന്ന് തുറന്ന് പറഞ്ഞൂടെ സിന്ധു? വയ്യ. വിനീട്ടിനൊന്നും എന്നോട് ചോദിക്കരുതിപ്പോ. അവള് പോട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം എല്ലാം. സിന്ധു, എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിഷമമായ ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോ. എന്നെ താങ്ങി നിർത്താൻ എനിക്ക് സിന്ധു വേണം, പ്ലീസ്. ഞാൻ ഒന്നിനൊക്കെ തന്നെ. എനിക്ക് വയ്യ ഒന്നിനും. എന്നെ വിട്ടേര്. കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതേ ഉള്ളൂ. ബാക്കി വരുന്ന ഫ്രിഡ്ജിൽ വെച്ചേക്ക്. സിന്ധു, എനിക്ക് കൂടണം. ബാല എന്നെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല എന്നോടൊന്ന് ചോദിക്കരുതെന്ന്. ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്നെ കുറിച്ച് അവൾ എന്ത് പറഞ്ഞു? പറ. അത് മാത്രം അറിഞ്ഞാ മതിയോ? മതി. വേറൊന്നും ചോദിക്കില്ലല്ലോ? ഇല്ല. എന്നാ അവൾ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും. ഇനി കുറെ കേൾക്കണം. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമെങ്കിൽ. ശരി, ഞാനും വരാം. അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്കും അറിയണം. വേണ്ട. എന്റെ അനിയത്തി വിനേട്ടൻ ഇനി കാണണ്ട. അവള് പോകുന്നത് വരെ എന്നോട് സംസാരിക്കും വേണ്ട.